പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് അടുത്ത മാസം 6-നാണ് കൊച്ചിയിലെത്തുക. NDA പ്രകടന പത്രിക പുറത്തിറക്കും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, തെരഞ്ഞെടുപ്പിന് ഇന്നലെ തന്നെ നേമത്ത് BJPയുടെ പ്രചാരണം തുടങ്ങുന്നത് എങ്ങനെയാണ്? രാജീവ് ചന്ദ്രശേഖരൻ നേരെ വന്ന് അവിടെ നിൽക്കുകയാണ്. എന്തിനാണ്? താമരയ്ക്ക് നിറം പകരാൻ, അവിടെ ചുവരെഴുത്തു നടത്താൻ. പ്രധാനമന്ത്രി വരാൻ പോവുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തി എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെ ഈ പ്രചാരണങ്ങൾ ആരംഭിച്ച് അങ്ങനെ ഒരു തന്ത്രമാണ് BJPയുടെ ക്യാമ്പിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മാധോ, ഇത്തവണ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് BJPയും NDAയും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് പരമാവധി നേരത്തെ തന്നെ പ്രചാരണം ആരംഭിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർച്ച് ആദ്യവാരം, അതായത് മാർച്ച് 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലെത്തിക്കാനാണ് നീക്കം. 6-ാം തീയതി അദ്ദേഹം കൊച്ചിയിലേക്കായിരിക്കും എത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ NDAയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യും. അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജിജു ഇന്ന് സീറോ മലബാർ സഭ ആസ്ഥാനത്തടക്കം എത്തിയിരുന്നു. ഇന്നലെ അദ്ദേഹം ക്രൈസ്തവ സഭാ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് റദ്ദാക്കുകയായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വവും തമ്മിലൊരു കൂടിക്കാഴ്ച കൂടി അരങ്ങൊരുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റ് സാമുദായിക നേതാക്കളെയും കാണാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ അടക്കം വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് അടുത്ത ദിവസങ്ങളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല BJPയുടെ നിർണായകമായ യോഗങ്ങളിലും അന്ന് നരേന്ദ്രമോദി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പരമാവധി കേന്ദ്ര നേതാക്കളെ എത്തിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കുക എന്നാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ഇത്തവണ ഈ മധ്യ കേരളത്തിൽ വലിയ പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ, പാലാ അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. അവിടെ ഷോൺ ജോർജിനെ അടക്കം മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. അതോടൊപ്പം തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ ഏതാണ്ട് 30 സീറ്റുകളൊക്കെ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിപുലമായ ഒരു പ്രചാരണ പരിപാടികൾക്കാണ് BJP തുടക്കം കുറിക്കാൻ പോകുന്നത്.